അങ്ങനെ പറയണ്ട. ഇപ്പൊ അൽബൂസ് പെരേര അല്ലെങ്കിൽ ആറാട്ടണ്ണൻ, പൈനാപ്പിൾ അണ്ണൻ, അഭിലാഷ് അട്ടായൻ, അപ്പൊ അങ്ങനെ ഈ പാരലൽ വേൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ വേറെ ലോകത്തെ ജീവിക്കണം. അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം നോക്കുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, ഫാദർ മരിച്ചുപോയി, PhD ചെയ്യുന്നു. ഈ ഫിലിം റിവ്യൂ ആണ് ആകെ ഫ്രൈഡേ മാത്രം ഞാൻ തിയേറ്ററിൽ പോകുന്നു, വനിതാ തിയേറ്ററിലാണ്. ഇമാർ പറയുന്നത് ഞാൻ വനിതാ തിയേറ്ററിൽ താമസമാണൊക്കെയാണ്. ആകെ ഫ്രൈഡേ മാത്രമാണ് പോകുന്നത്. ഞാൻ ഒരുപാട് കാര്യം ചെയ്യുന്ന ആളാണ്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിപ്പോൾ എന്നെ എന്തിനാ അത് പെടുത്തുന്ന അറിയില്ല. പെരേര തമാശ ഈ കോമാളത്തിൽ കാണിക്കാനൊന്നും പുള്ളി പ്ലാൻ ചെയ്ത് കാണിക്കുകയാണ്. ശരിക്കും പുള്ളിയല്ല പൊട്ടൻ, പുള്ളിയെ കണ്ട് ചിരിക്കുന്ന ആൾക്കാരെ പൊട്ടന്മാർ. അവർ പെരേര പറഞ്ഞു ഈ മണ്ടന്മാരുള്ളോളം കാലം ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞു പുള്ളി. കാരണം പെരേര ഇവരെ ഫൂൾ ചെയ്യാണ്, അല്ലാതെ പെരേര പൊട്ടനൊന്നല്ല. പിന്നെ പെരേരയ്ക്ക് എന്നെക്കാട്ട് തൊലിക്കട്ടിയുണ്ട്, എനിക്ക് അത്രയും തൊലിക്കട്ടിയില്ല. പെരേര എല്ലാ കമൻസും എല്ലാം വായിക്കും, പക്ഷെ പുള്ളി ഒന്നും ബാധിക്കില്ല. പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഈ എല്ലാവർക്കും മമ്മൂട്ടി പോലുള്ള എല്ലാവർക്കും കുറേ എർത്തുകളുണ്ട്, ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. എർത്തുകൾ എന്ന് പറയും ചുറ്റും നടക്കുന്ന. പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല, പുള്ളി ഒരു പാവ മനുഷ്യനായിട്ട് എനിക്ക് തോന്നിക്കുന്ന. ഈ പാരലൽ വേൾഡ് തന്നെ പറയുകയാണെങ്കിൽ ഒരു മമ്മൂട്ടി ആണെങ്കിൽ ഇപ്പോൾ ഒരു മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ രണ്ട് സ്റ്റാറുകളായിട്ടാണല്ലോ നിങ്ങളെ എന്നെയും പെരേരയില്ല. അല്ല, ആരാ മമ്മൂട്ടി ആരാ മോഹൻലാൽ അറിയില്ല. അതിൻ്റെ ഒരു ഇത് രണ്ടുപേരും അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ പരസ്പരം നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വഴക്കിടും, പിന്നെ നിങ്ങൾ തോളിക്കായിട്ട് നടക്കണം, പിന്നെ ആറോട്ടറിന്റെ വീട്ടിൽ കാണും. അതെ, എനിക്ക് ആരോട് അങ്ങനെ പ്രത്യേക ദേഷ്യമില്ല. ഇവർ എൻ്റെ അടുത്ത് ഞാൻ ഇവരുടെ അടുത്തല്ല പോകുന്നത്, ഇവർ എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. പുള്ളി ഞാൻ അറിയാതെ ആയതാണ്, പുള്ളി പ്ലാൻ ചെയ്തായതാണ്. പുള്ളി എല്ലാം റിവ്യൂ എല്ലാം പ്ലാൻ ചെയ്ത് വന്ന ആളാണ്. ഞാൻ അറിയാതെ ആയ ആളാണ്, ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഡൗൺ ആയിക്കുമ്പോൾ എന്തെങ്കിലും ഇൻസിഡൻറ്റ് വരും. ഇപ്പോൾ ഞാൻ ഏറ്റവും ഡൗൺ ആയിരുന്ന സമയത്താണ് നിത്യമനുഷ്യ വന്നത്, അങ്ങനെയാണ് ഞാൻ വീണ്ടും പൊങ്ങിയത്. അതൊരു ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. ഇപ്പോൾ ഇതൊന്നും പ്ലാൻഡ് അല്ല, ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ബസൂക്കിൽ എൻ്റെ സീൻ ഉണ്ടാകുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഡയറക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പുള്ളിയുടെ സോറികൾ പറഞ്ഞു. കാരണം നമ്മൾ പിൻവാങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഞാൻ വണ്ടി എടുത്ത് ഒറ്റ സ്ഥലം വിട്ടു. എനിക്ക് ഡ്രസ്സ് വരത്തില്ല, അത് അവർ കുറേ എഫക്റ്റ് ചെയ്തു. അത് ഞാൻ സോറി പറഞ്ഞു പുള്ളിയുടെ. അല്ല, അവർ വേറെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ഡയലോഗുള്ള സീനുകളുണ്ടായിരുന്നു. ഒരു സീനാ ചെയ്തുള്ളൂ, പക്ഷെ അവർ നന്നായിട്ട് അവർ കാണിച്ചിട്ടത്. ഇല്ല, മമ്മൂട്ടി കോമ്പിനേഷനിലില്ല. പക്ഷേ മമ്മൂട്ടിയെ ഞാൻ സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടുള്ളുണ്ട്. പുള്ളിയുടെ വീട്ടിന് മുമ്പിൽ പോയി ഇരുന്നപ്പോൾ പുള്ളിയെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടില്ല, സംസാരിച്ചത് ലാലേട്ടനായിട്ടാണ്. ലാലേട്ടൻ്റെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, പുള്ളി പോയി കാണിക്കൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയെ വിളിച്ചിട്ടുണ്ട്, ചില വർത്തനെല്ലാം എന്നെയും പേരെ വിളിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയല്ല. അല്ലെ, അഭിനയിക്കാനല്ല, റിവ്യൂ പറയാൻ വേണ്ടി. എനിക്ക് സിനിമ ഫീൽഡിൽ ഒരുപാട് പേരായിട്ട് കോൺടാക്ട്സ് ഉണ്ട്. ഒരു കുഴപ്പം പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് നിങ്ങൾക്കും അറിയാം, നമ്മൾ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കേൾക്കണ്ട. അതുകൊണ്ടാണ് മീഡിയ ആയാലും ഞാനെല്ലാം കുറച്ച് നെഗറ്റീവായിട്ട് പറയണം. കാരണം ആൾക്കാർക്ക് വേണ്ടി നെഗറ്റീവാണ്. നെഗറ്റീവ് അല്ല, ഞാൻ ചില കുറച്ച് എനിക്ക് ഇടയ്ക്ക് ഫിനാൻഷ്യൽ ഉള്ള പോകുന്നപ്പോൾ ഞാൻ ചില അഡൽട്ട് റിലേറ്റഡ് ആയിരുന്നു. കാരണം അതൊക്കെ കേരളം ഏറ്റവും കൂടുതൽ വിറ്റ് പോകണം. ഒന്നെങ്കിൽ കോമാളിത്രം, അത് പെരേരയ്ക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. പിന്നെ അഡൽട്ട് കാര്യങ്ങൾ, പിന്നെ കുറ്റം പറയാം. ഇങ്ങനെ നെഗറ്റിവിറ്റിയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ളത്. അല്ല, നല്ലത് ആർക്കും വേണ്ട. ഇപ്പോൾ ലാലേട്ടൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു നടനാണ്, വീഡിയോ ഇട്ട് ചെയ്യാൻ ആരും കാണില്ല. എന്നാൽ ലാലേട്ടൻ നെഗറ്റീവ് പറഞ്ഞാലോ ഒരുപാട് പേര് കാണും. ഞാൻ 8 മണി വരെ വളരെ ബിസിയാണ്, എനിക്ക് ഒരുപാട് രാത്രിയാണ് ഞാൻ ഇടുന്നത്. 8 മണിയാകുമ്പോൾ പ്രശ്നം കാരണം അങ്ങനെ ഒരു സംസാരമുണ്ട്. കാരണം ഞാൻ 8 മണി കഴിയുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. കാരണം അതുവരെ എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. രാത്രി 8 മണി കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആവണം. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് സംഭവിക്കണമെന്നില്ല. ഞാൻ 8 മണി കഴിഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം. അന്ന് മുമ്പായി എനിക്ക് ഒരുപാട് കാര്യം പറയല്ലേ, എനിക്ക് ഡോക്ടറേറ്റ് ചെയ്യണം, അമ്മയുടെ കാര്യം നോക്കണം, പല കാര്യമുണ്ട്. ഞാൻ ഫ്രീ ആവുന്നത് 8 മണിയാകുമ്പോഴാണ്, അപ്പോഴാണ് വീഡിയോസ് ഇടുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഇത് പലരും പറയും അന്യൻ സിനിമയല്ല 3 മോഡൽ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. പിന്നെ കുറച്ച് ആൾക്കാർ, ഞാൻ കുറച്ച് സെൻസിറ്റീവാണ്. ആൾക്കാരെ എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ മൂഡ് ഔട്ടാവും. ഇപ്പോൾ തിയേറ്ററിൽ അന്ന് തന്നെ ആ തിയേറ്റർ കൊണ്ട് എന്നെ കുറച്ച് പ്രാന്തനൊരു വേർഡ് ഉപയോഗിച്ചോ, അപ്പോൾ ഞാൻ വളരെ ഹേർട്ടായി. അങ്ങനെ ഞാൻ അന്ന് ചൂടായത്. എൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വിഷമമാണ്.
ആൾക്കാരെ ഹേർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഫീലാവും, അങ്ങനെ മൂഡ് ഔട്ടാവും, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അല്ല ഈ അന്ന് തിയേറ്ററിലാണെങ്കിൽ തന്നെ ഈ ആറാട്ടണ്ണൻ ആണ് വനിതാ തിയേറ്റർ ഫേമസ് ആക്കിയെന്നുള്ളത്. അത് ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്യാൻ ഇപ്പോൾ ചേത്താൻ പോലും അങ്ങനെയൊന്നും അല്ല. എനിക്ക് തോന്നുന്നു എത്രയോ സെലിബ്രിറ്റീസ് വന്നു പോയി. പക്ഷേ ഞാൻ കാരണം അവിടെ ഉണ്ടായ പല ഇൻസിഡൻസ് ഞാനും വേറെയുള്ള കാരണം അവിടെ ഒരു സംഭവം തന്നുകൊണ്ട് ഞാൻ തിയേറ്റർ ഫേമസ് ആയി എനിക്ക് തോന്നുന്നു. സത്യസത്യമായിട്ട് തോന്നി എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം പണ്ട് ആ തിയേറ്ററിൽ ആരും പോവില്ലായിരുന്നു. ഒരു ഞങ്ങൾ വന്ന ശേഷം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയത് എന്നിലൂടെയാണ്. റിവ്യൂ അല്ല, തിയേറ്റർ റിവ്യൂ. പിന്നെ സോഷ്യൽ മീഡിയ ഓൺലൈൻ മീഡിയ ഡൗൺ ആയപ്പോൾ അവർ പൊങ്ങിയത് എന്നിലൂടെയാണ്. തിയേറ്റർ ഫേമസ് ആയിട്ട് എന്നിലൂടെ തന്നെയാണ്. കാരണം വണ്ടി തിയേറ്ററിനെ കുറിച്ച് ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. വനിതവിൻ്റെ തിയേറ്റർ ലോകത്തിലെ എല്ലാ മലയാളീസിനും അറിയാം. വനിതവിൻ്റെ തിയേറ്റർ ലോകത്തിലെ സെലിബ്രിറ്റീസ്, ഏത് സെലിബ്രിറ്റി ഒരാളുടെ പേര് പറയാം, ഏത് സെലിബ്രിറ്റി ഫേമസ് ആക്കിയെന്ന് പറയാം. എത്രയോ അവിടെ ഏറ്റവും കൂടുതൽ വന്നത് വിനയ് ഫോർട്ടാണ്. വിനയ് ഫോർട്ട് 3 തവണ വന്നത്. ബാക്കി സെലിബ്രിറ്റീസിൽ ഒരു തവണ വന്നിട്ടുള്ളൂ. ഏത് സെലിബ്രിറ്റിയാണ് വനിതാ തിയേറ്റർ ഫേമസ് ആക്കിയത്? നിങ്ങൾ പറയൂ. സിനിമാക്കാരെ ഏത് സെലിബ്രിറ്റിയാണ് വനിതാ തിയേറ്റർ ഫേമസ് ആക്കിയത്? ആരുമല്ല. ഞാനും വേറെ ഞങ്ങളോട് നടന്ന കാര്യങ്ങളാണ്. അവിടെ റിവ്യൂവിനെക്കാട്ടും നടക്കുന്നത് വേറെ കോമാളിത്തരം ഇങ്ങനത്തെ വേറെ പല കാര്യങ്ങൾ നടക്കുന്നത്. നല്ല തിയേറ്ററാണ്. എന്തുകൊണ്ട് ആൾക്കാർ വരുന്നു പറഞ്ഞാൽ ഇപ്പോൾ ലുലുവിലാരും വരുന്നില്ല. കാരണം ഇവിടെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ അവർക്ക് ആ ഓണറായിട്ടുള്ള എന്തോ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഫെസിലിറ്റി ഉണ്ട് അവിടെ. 4 തിയേറ്റർ ഉണ്ട്. ഒക്കെ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഇത് വൈറലായത് ഒരു പ്രത്യേക സെലിബ്രിറ്റിയുടെ പേര് കൊണ്ടല്ല. എന്നെ സംബന്ധിച്ചോ എത്രയോ സംഭവങ്ങൾ അവിടെ നടന്നു പോസിറ്റീവ് നെഗറ്റീവായിട്ട്. എന്നെ ഇവനെ ഒരിക്കൽ വിത്തിൻ സെക്കൻഡ്സ് അവർ അറ്റാക്കിൽ ചെയ്തതാണ്. വിത്തിൻ സെക്കൻഡ്സ് സിനിമയ്ക്ക് ഞാൻ റിവ്യൂ അവരെ അറ്റാക്കിൽ ചെയ്തതാണ്. എന്നാലും തിയേറ്റർ ഓണറായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. അയാൾ പാവം മനസ്സിലാണ്. അതെന്താ സംഭവിച്ചതെന്നറിയോ? ഞാൻ പടം കഴിഞ്ഞിട്ട് ഞാൻ നെഗറ്റീവ് കൊടുക്കണ്ടെന്ന് വെച്ചോ. ഞാനിപ്പോൾ ഷോർട്ട് ഫിലിം അഭിനയിച്ച് മനസ്സിലായി സിനിമ കണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഈ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. ഞാൻ റിവ്യൂ കൊടുക്കില്ല. അങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ ഒരു മീഡിയക്കാരൻ എന്നെ വിളിച്ച് എന്നെ ഭയങ്കര നിർബന്ധിച്ചു. പേര് പറയുന്നില്ല, ഭയങ്കര നിർബന്ധിച്ചു. ഒരു നിവൃത്തിയില്ലാതെ ഞാൻ പറഞ്ഞത്. പക്ഷെ അവസാനം അടി കൊണ്ടത് ഞാനാണ്. അവരെല്ലാവരും മുൻകളഞ്ഞു. പെരേര ഉൾപ്പെടെ എല്ലാവരും മുൻകളഞ്ഞു. ഞാനാണ് അടി കൊണ്ടത്. പക്ഷെ അത് അവരുടെ പ്രൊമോഷനായിരുന്നു. അത് പിന്നീട് അറിഞ്ഞത്. ഒരുപാട് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് അവിടെ. ഇപ്പം പല അണ്ണന്മാരെയും മീഡിയക്കാർ കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. കാശ് കൊടുത്ത് കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അറിയാതായതാണ്. എനിക്ക് പൈസ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ വാങ്ങിച്ചിട്ടില്ല. പെരേരയിൽ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഓഫർ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പടങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ ചോദിച്ചിട്ടുണ്ട്. 4,000 3,500 അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പലപ്പോഴും പറയട്ടെ, FTVS ജെന്യൂൻ റിവ്യൂ അല്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മീഡിയയോട് പലപ്പോഴും പറഞ്ഞു. സെക്കൻഡ് ഷോ അല്ലെങ്കിൽ തേർഡ് ഷോ റിവ്യൂ ചെയ്യണ്ട. കാരണം FTVS വരുന്ന കാസ്റ്റ് ആൻഡ് ക്രൂ എന്തായാലും പടം പോസിറ്റീവായിട്ട് പറയുള്ളൂ. ഫാൻസുകാർ പോസിറ്റീവ് പറയുള്ളൂ. ഡിഗ്രേഡ് നെഗറ്റീവ്. ജെന്യൂൻ റിവ്യൂ സെക്കൻഡ് ഷോ തേർഡ് ഷോ റിവ്യൂകളെ ഉണ്ടാവും. ഇവിടെ പല പടവും തിയേറ്ററിൽ ഓടാത്ത പല പടവും OTT ഓടിയുണ്ട്. OTT വരുമ്പോൾ ഞാൻ ശരിക്കും വരുന്ന ഇപ്പം ഗുരുവായൂർ അമ്പലം സിനിമയ്ക്ക് ഞാൻ നെഗറ്റീവ് കൊടുത്താണ്. പക്ഷെ അത് OTT ഓടിയില്ല, തിയേറ്ററിൽ ഓടി. അതേപോലെ ഷൈജു ഗ്രൂപ്പ്സ് ഫിലിം ഉണ്ട്, ഭരതനാട്യം. ആ തിയേറ്ററിൽ ഓടിയില്ല, പക്ഷേ OTT ഓടി. OTT വരുമ്പോൾ ജെന്യൂൻ റിവ്യൂ വരുന്ന. ഇതിപ്പോൾ പല ആൾക്കാരും പൈസയിൽ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഞാൻ പേര് പറയുന്നില്ല. പല ഈ അറിയപ്പെടുന്ന റിവ്യൂവേഴ്സ് കാശ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജെന്യൂൻ റിവ്യൂ അല്ല നടക്കുന്നത്. ശരിക്കും ജെന്യൂനായിട്ട് വരുന്ന OTT വരുമ്പോഴാണ്.